ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയും കൂടിയാണ്. അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്നൊരു കുട്ടി വ്ളോഗാണ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് 10 മണിക്ക് ഡാൻസ് ഉണ്ട്, അപ്പോൾ എനിക്ക് ഡാൻസിന് പോകണം. അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ നിങ്ങളും കൂടിക്കോ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും സാമ്പാറും കേട്ടോ. ഇന്നലത്തെ സാമ്പാറുണ്ട്, അത് തന്നെ ദോശയ്ക്കാക്കാന്ന് വിചാരിച്ചു. അത് ഇന്നലെ നമ്മൾ കൂലി സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് ഷോയ്ക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വന്ന് കിടന്നപ്പോൾ 2:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നതുപോലെ തന്നെ 8:45 ഞാൻ എഴുന്നേറ്റത്. ഇപ്പോൾ 9 മണി കഴിഞ്ഞ്. ഫുഡ് ഉണ്ടാക്കി കഴിച്ച് കുളിച്ചിട്ട് വേണം എനിക്ക് പോവാനായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ. ഗോതമ്പ് ദോശയും സാമ്പാറും ഇത് അടിപൊളി കോമ്പിനേഷൻ ആട്ടാ. കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്ക്, ഗോതമ്പ് ദോശയും സാമ്പാറും. ശ്യാമ എഴുന്നേറ്റിട്ടില്ല, ഉറങ്ങാണ്. എന്നോട് പറഞ്ഞത് വിളിക്കണ്ട, ഡാൻസ് ക്ലാസ്സിന് വേണമെങ്കിൽ ബസ്സിന് പൊക്കോ, ഞാൻ കൊണ്ടാക്കൂല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ വിളിക്കും, എഴുന്നേൽപ്പിക്കും എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ടൈമിൽ എത്തൂല. ഇപ്പോൾ 9:35 ആയിട്ടുണ്ട്. കുളിച്ച് റെഡി ആയിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടി. 10 മണിക്കാണ് ക്ലാസ് വെച്ചത്. എനിക്ക് 10 മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ശ്യാമിനെ വിളിക്കണ്ട, പോവാറാകുമ്പോൾ എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വിളിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇനി ശ്യാമ എഴുന്നേൽക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളും. അപ്പം ഞാൻ കഴിക്കട്ടെ. അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി. അപ്പോൾ ശ്യാമ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ശ്യാമ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ കറക്റ്റ് 10 മണിയായി. ഇനി ശ്യാമ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അവിടെ എത്തുമ്പോൾ എങ്ങനെയായാലും 10:15, 10:20 ആവും കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഇറങ്ങണം. അപ്പം ശരി, അവിടെ എത്തിയിട്ട് കാണാം. ഞാനവിടെ എത്തി. വിളിച്ചപ്പോഴത്തേക്കും ആരും എത്തിയിട്ടുണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പോകാൻ, കുളിച്ചിട്ടൊക്കെ പോയതല്ലേ വെച്ചു. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, വെള്ളിയാഴ്ചയും കൂടെ ആയിരുന്നല്ലോ. ഞാൻ മനസ്സിൽ വിചാരിച്ചു അമ്പലത്തിൽ പോകണമെന്ന്. അതിന് മുന്നത്തെ ക്ലാസ്സിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോൾ ഞാൻ കൂടുതൽ ചേച്ചിനോട് പറഞ്ഞു നാളെ ഒന്ന് അമ്പലത്തിൽ കയറണം എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാനത് ഉറപ്പിച്ചില്ല, കയറാൻ പറ്റിയില്ലെങ്കിലോ എന്ന്. ഇന്ന് ഞങ്ങൾക്ക് ശരിക്കും ക്ലാസ് ഇല്ല, ഞങ്ങൾ പ്രാക്ടീസിന് വന്നതാണ്. ഞങ്ങൾക്ക് ഒക്ടോബറിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിനാണ് ഞങ്ങൾ എല്ലാ ദിവസവും വരുന്നത്. നമുക്ക് ക്ലാസ് ഉള്ളത് ഏതൊക്കെ ദിവസം? തിങ്കളും ചൊവ്വയും ശനി ഞായറാണ്. ബാക്കി എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസിന് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇല്ല, എല്ലാവർക്കും ജോലി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെല്ലാവരും രാവിലെ വന്നു. ഇവർക്ക് എല്ലാവർക്കും ജോലിയുണ്ട്, എനിക്ക് മാത്രം ജോലിയില്ല. ഞാൻ പഠിക്കണുള്ളൂ, എനിക്ക് ക്ലാസ്സാണ്. ഇന്നിപ്പോൾ ലീവായതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ വന്നു. എന്തിനാ പഠിക്കണേ? ഞാൻ LLBക്ക് പഠിക്കണം. ഭാവി താരവാ. അതെ അതെ. അപ്പം നമ്മൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞു. ശ്യാം വരാൻ വെയിറ്റ് ചെയ്യാണ്. ഇവര് റീല് കളിക്കാൻ പോവാ, അതിന്റെ പ്രാക്ടീസിലാണ്. ഇത് അഞ്ജന, ആദിത്യ, കൂട്ടത്തിൽ ഏറ്റവും ചെറുത്. ഇനിയുണ്ട് നമ്മൾ കുറച്ച് പേരും, അവരൊന്നും വന്നിട്ടില്ല. അപ്പൊ വീട്ടിലെത്തിയിട്ട് ഇനി കാണാം. അങ്ങനെ ഞങ്ങൾ വന്ന വഴിക്ക് ചമ്പക്കര മാർക്കറ്റിൽ നിന്ന് ചിക്കൻ മേടിക്കാൻ കയറിയതാണ്. പക്ഷെ മേടിച്ചത് ബീഫായിരുന്നു കേട്ടോ. ഞാൻ വന്നു കഴിഞ്ഞിട്ട് ആ ബീഫിലെ പരിപാടിക്ക് ഇരുന്നു. അത് കഴുകി വേവിക്കാൻ വെച്ചു. ഇനി സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ അരിയണം. അതൊക്കെ അരിയട്ടെ. അങ്ങനെ അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി. അങ്ങനെ നമ്മുടെ ചോറും ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. കഴിക്കട്ടെ. 2:45 വിശക്കണുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, പാത്രമൊക്കെ കഴുകി. ഇനി കറിയുടെ റിവ്യൂ പറയാം. ഞാൻ ഇത് 2ാമത്തെ വട്ടമാണ് ബീഫ് ഉണ്ടാക്കിയത്. ആദ്യത്തെ വട്ടം ഒട്ടും റെഡി ആയില്ല. ഈ പ്രാവശ്യം ഉണ്ടാക്കിയത് പിന്നെയും ബെറ്റർ ആയിരുന്നു. ഞാൻ വെക്കുന്ന ബീഫ് ഒട്ടും റെഡിയാകുന്നില്ല. ചിലപ്പോൾ ഇനി ഇങ്ങനെ കുറച്ച് വെക്കുമ്പോഴത്തേക്കും റെഡി ആവുമായിരിക്കും. പിന്നെ നമുക്ക് 4 മണിക്ക് എറണാകുളം വരെ പോകണം. ഇപ്പം സമയം ഒരു 3:15 ആയിട്ടുണ്ട്. അടുത്ത വ്ളോഗ് നമ്മൾ അടുത്ത ദിവസം ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വ്ളോഗാവും അടുത്ത വ്ളോഗ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഫ്രണ്ടിൻ്റെ ഒരു വണ്ടി മേടിക്കുന്നുണ്ട്. അപ്പോൾ ആ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. വണ്ടി എടുക്കാൻ ശ്യാം പോയിട്ടോ, ഞാൻ പോയില്ല. ശ്യാം എന്നോട് അപ്പം റെഡിയാവാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു വെയിലല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരേന്ന് ചോദിച്ചു. അപ്പോൾ ശ്യാം പറഞ്ഞു വണ്ടി സർവീസിങ് സെൻറ്ററിലാണ് ഇരിക്കണേ, അപ്പോൾ അവരെപ്പോഴാണ് അടയ്ക്കണേ. ഇന്നാണെങ്കിൽ വർക്കിംഗ് ഡേയും അല്ലല്ലോ, അപ്പോൾ എപ്പോഴാണ് അടയ്ക്കണേന്ന് അറിയില്ല. ഞാൻ 4 മണിക്ക് വരാനാണ് പറഞ്ഞത്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്യാമു പോയി.
അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കിടക്കാൻ വിചാരിച്ചു. അപ്പോൾ ഡാൻസിന് പോയി വന്ന് നല്ല വേർത്തിരിക്കണോണ്ട് നമുക്ക് ഡയറക്റ്റ്ലി അങ്ങനെ കിടക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഒന്ന് കുളിച്ചു, ഒന്ന് കിടക്കാൻ വിചാരിച്ചു ഷാം വരണവരെയും. പിന്നെ വന്ന് കഴിഞ്ഞ് എന്തോ പണിയുണ്ട് എന്ന് പറഞ്ഞു. ആ പണിയും കൂടെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവുള്ളൂ. ഇന്നെന്തോ സ്റ്റുഡിയോയിൽ ഓഫർ ലാസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു. എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് സ്റ്റുഡിയോയിലും കൂടെ കയറി നോക്കാം. ഷാമിന് ബ്രോഡ്വേ പോകണം എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ബ്രോഡ്വേ പോവും. എനിക്ക് എന്തായാലും ഒന്ന് സ്റ്റുഡിയോയിലും കയറണം. അപ്പോൾ നമുക്ക് വൈകുന്നേരം പോകാമെന്ന് പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കൊണ്ട് ബൈക്കൊക്കെ എടുത്ത് ആളെത്തി. എവിടെ ബൈക്ക്? ദാ ബൈക്ക്. തൻ്റെ വണ്ടി കൊടുത്താ? ഹോസ്റ്റലോ? കഴിയുമ്പോഴത്തേക്കും പോട്ടോ. നമുക്ക് എന്നാ എറണാകുളം പോവല്ലേ? ഞങ്ങള് ഷാമിന്റെ വർക്ക് മാറ്റി വെച്ചു. ഇന്നൊന്നും ആൾക്കാർ അവൈലബിൾ അല്ല അത്ര. അപ്പൊ നാളത്തേക്ക് മാറ്റി. ഇനി കട്ടനിട്ട് തരുമോ ചോദിച്ചു. എന്നാ പിന്നെ കട്ടനും കൂടി ഉണ്ടാക്കി കുടിച്ചിട്ട് പോകാ വിചാരിച്ചു. നല്ല ചൂട് പുറത്തില്ലേ. മഴ രാവിലെ ഒന്ന് വെയിൽ വന്നു, പിന്നെ മഴ വന്നു, പിന്നെ വെയിൽ വന്നു, പിന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിലായിരുന്നു. ഷാമ വെയിലത്തല്ലേ പോയി വന്നത്. അപ്പൊ നമ്മള് പോവാൻ ഇറങ്ങി. എന്നെ ചീത്ത പറയാണ്. ഞാൻ പോവാന്ന് പറഞ്ഞ് വിളിച്ച് ഇരുട്ടാവണേന് മുന്നേ. അപ്പൊ ഷാം പറയാ നീ വല്ല ഡ്രസ്സും കടയിൽ ജോലിക്ക് വെക്കോ, അതാകുമ്പോ ഫുൾ ടൈം ഡ്രസ്സും കണ്ടിരിക്കാലോ എന്ന്. എന്താ ഷാമേ? എന്താ വണ്ടി മാറിയല്ലോ. മറ്റേ വണ്ടിയായിരുന്നു. ഇരുന്നിരുന്ന് കംഫർട്ടായിട്ടേ ഇതിലങ്ങോട്ട് ഇരിക്കുമ്പോ ഒന്ന് സെറ്റ് ആവണില്ല. 2 ദിവസം എടുക്കും അല്ലേ? സ്റ്റുഡിയോ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ തെരഞ്ഞെറിഞ്ഞ് ഒരു ടോപ്പ് എടുത്തു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. ഓഫർ ഉണ്ടായിരുന്നു. ഓഫർ ഉള്ളതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് ഓഫർ ഇല്ലാത്തതിൽ നിന്ന് ഒന്ന് എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. സാധനമൊക്കെ മേടിച്ച് ഇറങ്ങി. ഷാമിനും എടുത്തു, എനിക്കും മേടിച്ചു ഡ്രസ്സ്. ഇനി എവിടെ പോണേ? ഷാമിന് എന്തോ ഷർട്ട് എടുക്കാൻ പോവാം. പാൻറ് മാത്രമേ എടുത്തുള്ളൂ ഷാമിന് ഇവിടെ നിന്ന്. ഷാം അപ്പോൾ അവിടെ നിന്ന് ഷർട്ട് മേടിക്കാൻ പോവാം. ഇത് FQ ആണ്, കടവന്ത്രയിലുള്ളതാണ്. ഇത് മെൻസിൻ്റെ ഷോപ്പാട്ടോ. ഞാൻ ഇതിന് മുന്നേ 2 വട്ടം പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഷാമ് ഷർട്ട് എടുക്കാറുണ്ട് കേട്ടോ. ബ്രോഡ്വേയിൽ എത്തിയിട്ടോ. അവിടെ കളക്ഷൻ കുറവായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ നിന്നു കേട്ടോ. എനിക്ക് ബെൽറ്റ് ആവശ്യമുണ്ട്. ഈ കളർ കൊള്ളാം അല്ലേ? ബ്രൗണ്. എന്താ ഷാമ ഇവിടെ നിൽക്കണേ? എന്താ ഇവിടെ നിൽക്കണേ? ഏതാ ഫോണ്? iPhone 6 Pro. കണ്ടിട്ട് തോന്നണില്ലല്ലോ. പോലെ അങ്ങനെ വരുന്ന വഴിക്ക് ഈ ചോളം കണ്ടു. പിന്നെ അവിടെ നിന്ന് ഈ ചോളം പുഴുങ്ങി ഉപ്പും മുളകൊക്കെ ഇട്ടതാണ്. അങ്ങനെ അതും മേടിച്ച് അതും കഴിച്ചു അവിടെ നിന്ന്. ഇതിൽ ഭയങ്കര തിരക്കാട്ടോ. ഞങ്ങൾ അങ്ങോട്ട് നീങ്ങും തോറും ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇപ്പോൾ പനമ്പള്ളി നഗറിലൊരു കടയിലാണ്. അങ്ങനെ അവിടെയും കയറി. അവിടെ നിന്ന് ഷാമിനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായി വീട്ടിലേക്ക്. അതും മേടിച്ചു കേട്ടോ. പിന്നെ വീട്ടിലൊന്നു നമുക്ക് പപ്പടം വറക്കാം. ബീഫും പപ്പടവും സാലഡും അതാക്കാം രാത്രി. ഉച്ചയ്ക്ക് ബീഫ് മാത്രമായിട്ട് കഴിച്ചിട്ട് ഒരു സുഖം കിട്ടിയില്ല. അപ്പോൾ ഞാനിപ്പോൾ തൈര് മേടിച്ചുകൊണ്ട് വന്നു. പപ്പടവും വറക്കാൻ വിചാരിച്ചു. സാലഡും പപ്പടവും ബീഫും അപ്പോൾ സെറ്റും. അപ്പോൾ ഞാൻ പപ്പടം വറക്കട്ടെ. ചെറുതായിട്ട് പപ്പടം നുറുക്കി മുളകിടൂലേ, അത് ഉണ്ടാക്കാനാണ്. ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ പപ്പടം ഉണ്ടാക്കി സാലഡും കഴിക്കട്ടെ. ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. ദിവസങ്ങളൊക്കെ എന്ത് പെട്ടെന്നല്ലേ പോണത്. പിടിപിടിയെന്ന് അങ്ങോട്ട് പോണേ. ഓഗസ്റ്റ് 15 അങ്ങനെ 2025 ഓഗസ്റ്റ് 15 കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിക്കെന്തോ ഞാൻ കുറച്ച് നേരം മുന്നേ ഇങ്ങനെ ആലോചിച്ചു, എന്ത് പിടിയുന്ന ദിവസങ്ങൾ പോണേ. ഇന്നൊരു ദിവസം തന്നെ എന്ത് പെട്ടെന്നാ പോണേ അല്ലേ. അപ്പോൾ എന്തായിക്കോട്ടെ, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.